ചാണ്ടിഘട്ടിൽ നിന്ന് ഒരു വാർത്ത വന്നു. അതായത് കാമുകിയെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു IT ജീവനക്കാർ. ഒരു ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലിലോ മറ്റോ ആണ് മുറിയെടുക്കുന്നു. അദ്ദേഹം കാമുകി വരുന്നതിന് മുമ്പ് അല്പം ഒന്ന് എനർജറ്റിക് ആവാൻ, അതായത് ലൈംഗികമായിട്ട് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് ചില ഗുളികകൾ കഴിക്കുന്നു. അതിൻ്റെ ഓവർ ഡോസേജ് മൂലം അദ്ദേഹം മരണമടഞ്ഞത്രേ. 29 വയസ്സാണ് ഈ ചെറുപ്പക്കാരന് പറയപ്പെടുന്നത്. കാമുകി വന്നപ്പോഴത്തേക്കും അവിടെ ഡെഡ് ബോഡിയാണ് കാണപ്പെടുന്നത്. മുറിക്കകത്ത് അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. ലൈംഗിക ശേഷിക്കുറവിനുള്ള ഏതെങ്കിലും ഗുളിക കഴിച്ചിട്ട് അല്പം ഓവർ ഡോസായി കഴിച്ചാൽ പോലും, എന്ന് പറഞ്ഞാൽ 1 കഴിക്കേണ്ടിടത്ത് 2 കഴിക്കുകയോ അല്ലെങ്കിൽ 3 കഴിക്കുകയോ ചെയ്താൽ മരണം സംഭവിക്കുമോ? സാധാരണഗതിയിൽ അങ്ങനെ മരണം സംഭവിക്കില്ല. എന്നാൽ നൈട്രേറ്റ് പോലെയുള്ള, അതായത് സിഡ്നാഫിൽ, ടെർലാഫിൽ അങ്ങനെയുള്ള വയാഗ്ര പോലെയുള്ള ഗുളികകളുടെ കൂട്ടത്തിൽ നൈട്രേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഹാർട്ട് അറ്റാക്കിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യക്തി അങ്ങനെയുള്ള മരുന്നുകളൊന്നും കഴിക്കുന്ന വ്യക്തി അല്ലായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? പത്രമാധ്യമങ്ങളിലെല്ലാം വളരെ കൊട്ടിഘോഷിക്കപ്പെടുകയാണ് ചെയ്തത്. ലൈംഗിക ശേഷിക്കുറവ്, ലൈംഗിക ഉദ്ധാരണത്തിനുള്ള ഗുളിക കഴിച്ച, ഓവർ ഡോസേജ് കഴിച്ചു, വ്യക്തി മരണപ്പെട്ടു എന്നും മറ്റും. ഇത് സാധാരണഗതിയിൽ പോലീസുകാരും അതുപോലെ തന്നെ പത്രപ്രവർത്തകരും എല്ലാവരും കൂടി ഇതങ്ങ് ധരിക്കുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അതായിരിക്കാം മരണകാരണമെന്ന്. ഈ മരണകാരണം പോസ്റ്റ്മോർട്ടം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോ വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ അത് ഇന്നതാണെന്ന് അനുമാനിക്കാൻ മീഡിയകൾ വളരെ മിടുക്കന്മാരാണല്ലോ, അവരങ്ങനെ ചെയ്യാറുമുണ്ട്. അത് അവരുടെ ഒരു ശൈലി അതാണ്. പോസ്റ്റ്മോർട്ടം വരുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും അവർ തയ്യാറായിരിക്കില്ല. അവരുടെ അനുമാനങ്ങൾ ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഒരു കണക്കിൽ ഒരു പത്രധർമ്മമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ഓവർ ഡോസേജ് കൊണ്ട് ഏതെങ്കിലും രോഗികൾ മരിച്ചതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് ലൈംഗിക ശേഷിക്കുറവിനുള്ള വയാഗ്ര പോലെയുള്ള ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ. സത്യം പറയട്ടെ, അങ്ങനെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓവർ ഡോസേജ് കൊണ്ട് ആരും മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? സ്ട്രോക്ക് വന്ന വ്യക്തി, ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിയൊക്കെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത്തരം ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മരണകാരണമാകാറുണ്ട്. നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നവർ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിച്ചാൽ ചിലപ്പോൾ മരണകാരണമാകാറുണ്ട്. അതല്ലാതെ ഗുളികകളുടെ ഓവർ ഡോസേജ് വഴിക്ക് മരണകാരണം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അവിടെ എന്തായിരിക്കാം സംഭവിച്ചത്? നമുക്കും പത്രക്കാർ അനുമാനിക്കുന്നതുകൊണ്ട് നമുക്കൊരു അനുമാനത്തിലേക്ക് പോകാം. ഞാനൊരു കാര്യം പറയട്ടെ. മദ്യം കൂടുതലായി ഉപയോഗിക്കുക, അതായത് സാധാരണ ഇതിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സങ്കോചമുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കാറുണ്ട്. മദ്യത്തിൻ്റെ കൂട്ടത്തിൽ ഈ ലൈംഗിക ശേഷിക്കുറവിനുള്ള ഗുളികകൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൂടാതെ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത, ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്നുകൾ, അതായത് MDMAയോ കഞ്ചാവോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ കഴിച്ച് പെർഫോമൻസ് കൂട്ടുക എന്നുള്ളത്. വാസ്തവത്തിൽ ലൈംഗികമായിട്ടുള്ള പെർഫോമൻസ് കൂട്ടുന്നതിന് മദ്യം ഉപകരിക്കാറില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ മദ്യം കഴിച്ചതിന് ശേഷം ഇത്തരം ഗുളികകളും കൂടി കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ MDMAയോ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള മയക്കുമരുന്നുകളോ കഴിച്ചതിന് ശേഷം ഇത്തരം ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മരണത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ മറ്റൊരു കഥ പറയാം. ഞങ്ങൾ ഗോവയിൽ സെക്ഷൽ മെഡിസിൻ കോൺഫറൻസ്, IASMBMMൻ്റെ, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ്റെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് ഗോവയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്യാബിനിൽ ഞങ്ങളൊരു 6 പേരുണ്ട്. ക്യാബിൻ എന്ന് പറഞ്ഞതിൻ്റെ ആ പോർഷനിൽ, അതായത് 6 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കോൺഫറൻസിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനകത്ത് സെക്ഷൽ പെർഫോമൻസ് ഓഫ് ആൽക്കഹോൾ എന്നും പറഞ്ഞ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതായത് സെക്ഷലി ഒരു പെർഫോമൻസും ഉണ്ടാക്കില്ല, അതെന്താണെന്നെല്ലാം അതിനകത്ത് വിശദീകരിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതിൽ ഞങ്ങൾ 3 മെയിൽ ഡോക്ടർമാരും 2 ലേഡി ഡോക്ടർമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആൽക്കഹോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ ഡോക്ടർ പറഞ്ഞു, ആൽക്കഹോൾ എന്ന് പറയുന്നത് ആക്രാന്തം മാത്രമേ കൂട്ടുകയുള്ളൂ, ഒരു പെർഫോമൻസും ഉണ്ടാക്കിയാലാന്ന്. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഏറെക്കുറെ ഞങ്ങളും അതേ അനുമാനത്തിലാണ് എത്തിയത്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുകയാണെങ്കിൽ കുറേ ആക്രാന്തം കാട്ടിക്കൂട്ടാമെന്നുള്ളതല്ലാതെ ശരിക്കുള്ള പെനിട്രേറ്റീവ് സെക്സിൽ ഗുണം കിട്ടില്ല എന്ന്. ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, അവർ തലശ്ശേരിക്കാരിയാണ്.
അവർ അതിനകത്ത് ഒരു വേറെ രീതിയിലുള്ള ഒരു വ്യാഖ്യാനവുമായിട്ട് ഞങ്ങളോട് വന്നു, ഞങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട്. ഞങ്ങൾ 5 പേരും ഡോക്ടർമാരാണ്, അവർ ടീച്ചറാണ്. അവർ വളരെ കൂളായിട്ട് പറയാണ് അവരുടെ അനുഭവത്തിൽ മദ്യം കഴിച്ചാൽ അവരുടെ ഭർത്താവിൽ നിന്നുള്ള പെർഫോമൻസ് വളരെ നന്നായിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും സമയം ലഭിക്കില്ല. മദ്യം കഴിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നല്ല സമയം കിട്ടുന്നുണ്ട്, അവർക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന്. അപ്പോൾ സാധാരണ അതായത് മെഡിക്കൽ ഫീൽഡിലല്ലാത്തൊരു വ്യക്തി ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അവരുമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ ആ പെർഫോമൻസ് ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് മദ്യം പലരും ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇത് ഭാര്യ ഭർത്താവാണ്. അവരുടെ ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് സമയം കൂടുതൽ കിട്ടാൻ മദ്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ്, അതായത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ലൈംഗികതയ്ക്ക് മദ്യം കഴിക്കുകയാണെങ്കിൽ ലൈംഗികതയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്ന്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. മദ്യം ലൈംഗികതയെ എങ്ങനെ ബാധിക്കുന്നു, അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുള്ളത്. അതായത് മദ്യം കഴിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഊർജ്ജം, ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ്, പെനിട്രേറ്റീവ് കപ്പാസിറ്റി, ഇതെല്ലാം കൂടുതലായി വരുന്നുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, മദ്യം പെർഫോമൻസ് കൂടുതലായി ഉണ്ടാകുന്നു എന്നുള്ള തോന്നലുണ്ടാക്കും. അതേസമയത്ത് ശരിക്കുള്ള പെർഫോമൻസ് മദ്യം വഴിക്ക് ഉണ്ടാകുകയില്ല. മദ്യം കാട്ടിക്കൂട്ടുന്നത് നമുക്കൊരു ഇൻഹിബിഷൻ, അതായത് ഒരാളോടൊരു കാര്യം പറയണം, അതിന് നമുക്കൊരു മടിയുണ്ടെങ്കിൽ ആ മടി ഒഴിവാക്കാൻ വേണ്ടി മദ്യം ഉപയോഗിക്കുന്നതായി കാണാം. അതേപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ചിലതിനോടൊരു ജാള്യതയോ അറപ്പോ മടിയോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ചിലർക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അതേസമയത്ത് ലിംഗോദ്ധാരണത്തിന് ഈ മദ്യം ഗുണം ചെയ്യുകയല്ല ചെയ്യുന്നത്, ലിംഗോദ്ധാരണം ഇല്ലാതാക്കുകയാണ് ഒരു രീതിയിൽ ചെയ്യുന്നത്. വളരെ പെട്ടെന്നല്ല. ഇനി മദ്യം കഴിച്ചിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കുറേ സമയം ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നതായി തോന്നാം. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. മദ്യം കഞ്ചാവ് ഇതൊക്കെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടിക്കാറുണ്ട്. സമയം കൂടുതൽ കിട്ടുന്നതിൻ്റെ കാരണം അവിടെ തലച്ചോറിലത് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഇജാക്കുലേഷനെ അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ദോഷം ഗുണമായി ഇവിടെ ഭവിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് മദ്യം കഴിക്കുകയാണെങ്കിൽ, മദ്യം കഴിച്ച് ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ, സ്ഥിരമായി അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാം. പിന്നെ ലൈംഗികമായിട്ടുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും കൂടുതൽ മദ്യം കഴിക്കുകയും ആ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി മദ്യം കൂടുതൽ കഴിച്ചാൽ അത് ശരിയാകുമെന്നുള്ള തോന്നലിലേക്ക് പോവുകയും ചെയ്യുന്നു. സത്യം പറയട്ടെ, മദ്യം ഒരു രീതിയിലും ഒരു നല്ല പദാർത്ഥമല്ല ലൈംഗിക ബന്ധത്തിന്. അത് പെർഫോമൻസ് ആങ്സൈറ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സമയം കൂടുതൽ കിട്ടാൻ വേണ്ടി ചിലത് ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും അവസാനം വിപരീത ഫലത്തിലേക്കാണ് പോകാറുള്ളത്. ഇതേപോലെ തന്നെയാണ് മയക്കുമരുന്നുകളെല്ലാം തന്നെ. മയക്കുമരുന്നുകളെല്ലാം അമിതമായ പെർഫോമൻസ്, അമിതമായ ധൈര്യം അവരിലുണ്ടാക്കുന്നു. ഈ ധൈര്യം ഉണ്ടാക്കുന്നതോടുകൂടി അവരതിനകത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ഞാൻ ഒരു ശക്തിമാനാണ്, എനിക്കിതിന് നല്ല കഴിവുണ്ട് എന്നൊക്കെ തൻ്റെ കാമുകിയെ അല്ലെങ്കിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സ്ത്രീയെ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭാവിയിലേക്ക് ദോഷമാണ് ഉണ്ടാകാറുള്ളത്. മദ്യം ചെല്ലുമ്പോൾ അത് ഞരമ്പുകളെ തകരാറിലാക്കുന്നുണ്ട്, രക്തക്കൊള്ളുകളെ ബ്ലോക്കാക്കുന്നുണ്ട്, ഭാവിയിൽ ഹോർമോൺ ഇഷ്യൂവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുകയില്ല. ഇനി ഇതിനൊരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മദ്യമില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ മദ്യമില്ല എന്നുള്ളൊരു കാര്യം നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയാൽ അത് ലിവറിനെ ബാധിക്കും, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കും. ഈ രീതിയിലുള്ള പിന്നെ മറ്റു രീതിയിലുള്ള അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളെ ബാധിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മദ്യത്തിന് അടിമയാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ലൈംഗികത തന്നെ ഒരു ലഹരിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ലഹരി ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയും
ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കുകയല്ല വേണ്ടത്. മാത്രമല്ല ലൈംഗികമായിട്ടുള്ള ആനന്ദം, അതായത് ശുക്ല വിസർജനത്തിലോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ രതിമൂർച്ച അനുഭവപ്പെടുന്ന സമയത്തോ ലൈംഗികമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടാകാറുണ്ട്. മദ്യം അത്തരം ലൈംഗികമായിട്ടുള്ള ആനന്ദത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലഹരി പദാർത്ഥവുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. പെർഫോമൻസ് ആങ്സൈറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് മറ്റു രീതിയിൽ ചികിത്സിച്ച് മാറ്റുകയാണ് വേണ്ടത്. അതല്ല അല്പം മദ്യപിച്ചിട്ട് ഏതെങ്കിലും പരിചയം ഇല്ലാത്ത സ്ത്രീയുടെ മുമ്പിൽ പോയി ഗീർവാണം അടിക്കണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മഹാനാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിനോ വേണ്ടി മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കരുത്. അത് ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയാഗ്ര പോലെയുള്ള ഗുളികകൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ ചാണ്ടിക്കെട്ടുകാരന് സംഭവിച്ച പോലെ കിടക്കയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ മരണത്തിലേക്ക് പോയി പോകും. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.